തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഈ ഒരൊറ്റ ആവശ്യത്തിന്മേലാണ് മുല്ലപ്പെരിയാർ എന്ന വലിയ തർക്കം നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിൽ വന്ന പുതിയ ടി.വി.കെ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ പോലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർണ്ണ സുരക്ഷിതമാണെന്നും അറ്റകുറ്റപ്പണികൾ നടത്തി ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ ശ്രമിക്കുമെന്നും കേരളം മുന്നോട്ട് വെക്കുന്ന പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തെ ശക്തമായി എതിർക്കുമെന്നാണ് തമിഴ്നാടിന്റെ വാദം. എന്നാൽ 130-ലധികം വർഷം പഴക്കമുള്ള ഈ ഡാം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതിനാൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പുതിയ അണക്കെട്ട് നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം നൽകുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നാണ് കേരളത്തിന്റെ വാദം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആർട്ടിക്കിൾ 262 പ്രകാരമാണല്ലോ. എന്നാൽ മുല്ലപ്പെരിയാർ കേസ് നടക്കുന്നത് ഈ വകുപ്പ് പ്രകാരമല്ല. കാരണം പെരിയാർ പൂർണ്ണമായും കേരളത്തിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കരാറിന്റെ സാധുതയും ഡാം സുരക്ഷയും തർക്കവിഷയമായതിനാൽ മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാര പരിധിയായ ആർട്ടിക്കിൾ 131 പ്രകാരമാണ് നടക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.